ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഈ സെൻറ്റൻസുകൾ നോക്കുക. ഡ്രസ്സ് അലക്കുക, അലക്കിയ ഡ്രസ്സ് പിഴിയുക, അഴയിൽ കൊണ്ട് തോരിയിടുക, അതുപോലെ തന്നെ കൈ ഉണക്കുക, കഴുകിയ പാത്രം ഉണക്കുക. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോണത്. സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ നമ്മൾ ഡ്രസ്സ് അലക്കാന്ന് പറയുമ്പോൾ വസ്ത്രങ്ങൾ അലക്കാന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയാറ് എങ്ങനെയാണ്? വാഷ് ദ ക്ലോത്ത്സ്. വാഷ് ദ ക്ലോത്ത്സ്. ഈ ബ്രിട്ടീഷ് പീപ്പിളും അമേരിക്കൻ പീപ്പിളൊക്കെ പറയാ. അവര് പറയാ ടു ഡൂ ദ ലോണ്ട്രി എന്നാ പറയാ. ടു ഡൂ ദ ലോണ്ട്രി. സോ ഞാൻ അലക്കാൻ പോവാന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും. ഐ ആം ഗോയിങ് ടു വാഷ് മൈ ക്ലോത്ത്സ് എന്നും പറയാൻ പറ്റും. ഇങ്ങനെയും പറയാൻ പറ്റും. ഐ ആം ഗോയിങ് ടു ഡൂ ദ ലോണ്ട്രി അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഡൂ മൈ ലോണ്ട്രി. സോ ലോണ്ട്രി എന്നും അവര് പറയും. ഇനി ഇതേപോലെ തന്നെ ഡ്രസ്സ് അലക്കി കഴിഞ്ഞിട്ട് നമുക്ക് പിഴിയണമല്ലേ? അലക്കി കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് പിഴിയണം. സോ പിഴിയുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ റിങ് എന്നാണ്. റിങ്. ശ്രദ്ധിക്കുക. ആക്ച്വലി ഇതിന്റെ സ്പെല്ല് കണ്ടില്ലേ? ഇത് ഡിഫറന്റ് ആയിട്ടാണ്. നമ്മൾ മറ്റേ റിങ് എങ്ങനെയാണ് പറയാ? ഫോണൊക്കെ റിങ് ചെയ്യാന്ന് പറയില്ലേ? അത് RING ആണ്. ഇതിൽ W ഉണ്ട്. ബട്ട് അത് സൈലന്റ് ആണ്. അത് നമ്മൾ ഉച്ചരിക്കില്ല. പ്രൊനൗൺസ് ചെയ്യില്ല. സോ റിങ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. സോ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് ING ഫോമിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഡ്രസ്സ് പിഴിയുകയാണ്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഐ ആം റിങ്ങിങ് ദ ക്ലോത്ത്സ് അല്ലേ? ഐ ആം റിങ്ങിങ് ദ ക്ലോത്ത്സ് എന്നാണ് പറയുക. ഇനി ഇതിന്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ റങ് എന്നാണ്. റങ്. സോ ഞാൻ ഡ്രസ്സ് പിഴിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഐ റങ് ദ ക്ലോത്ത്സ്. ഐ റങ് ദ ക്ലോത്ത്സ് എന്നാണ് പറയുക. ഇനി നമ്മൾ ഈ ഡ്രസ്സ് പിഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഉണക്കാനായിട്ട് പുറത്തിടുമല്ലേ? ഉണക്കാനായിട്ട് പുറത്തിടും. അതെങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെയാണ് നമ്മൾ പറയാ. ഹാങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ അല്ലെങ്കിൽ ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ. സോ നമ്മൾ കൊണ്ടിടാന്ന് പറയില്ല. അഴയിൽ കൊണ്ടിടില്ലേ നമ്മൾ ഹാങ് ചെയ്യില്ലേ? നമ്മൾ തൂക്കിയിടുമല്ലോ. സോ അതിനെയാണ് നമ്മൾ ഹാങ് എന്ന് പറയുക. തൂക്കിയിടുക. സോ അഴയിൽ കൊണ്ടിടുക എന്ന് പറയുമ്പോഴും നമ്മൾ എന്താണ് പറയുക? ഹാങ് എന്നാണ് പറയുക. സോ എങ്ങനെയാണ് പറയുക? ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ. ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട് ടു ഡ്രൈ. ടു ഡ്രൈ ഉണങ്ങാനായിട്ട്. അതാണ് നമ്മൾ ടു ഡ്രൈ എന്ന് പറയുക. സോ വെറ്റ് എന്ന് പറയുമ്പോൾ നനഞ്ഞ അവസ്ഥയും ഡ്രൈ എന്ന് പറയുമ്പോൾ ഉണങ്ങുക എന്നൊരു മീനിങ്ങുമാണ് വരിക. സോ ടു ഡ്രൈ എന്നാണ് നമ്മൾ പറയുക. ഇനി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താണ് ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് നമ്മൾ പിഴിഞ്ഞ് കൊണ്ടിട എവിടെയാണ്? അഴയമല്ലേ? സോ അഴക്കേനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ക്ലോത്ത്സ് ലൈൻ. ക്ലോത്ത്സ് ലൈൻ എന്നാണ് പറയുക. സോ ആ ലൈൻ പോലെയല്ലേ? നമ്മൾ അതിന് നമ്മൾ പറയാ ക്ലോത്ത്സ് ലൈൻ എന്നാണ് പറയുക. ഇനിയിപ്പോൾ എനിക്ക് പറയണം അവൾ ഡ്രസ്സ് പിഴിഞ്ഞു. അതേപോലെ തന്നെ ഉണങ്ങാനായിട്ട് പുറത്ത് കൊണ്ടിട്ടു. പാസ്റ്റ് ടെൻസ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഷീ റങ് ദ ക്ലോത്ത്സ് ആൻഡ് ഹങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ. ഷീ റങ് ദ ക്ലോത്ത്സ് ആൻഡ് ഹങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിങ് എന്നതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള റങ് ആണ് ഞാൻ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഹാങ് എന്നതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഹങ് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തത്. ശ്രദ്ധിച്ചില്ലേ? ഷീ റങ് ദ ക്ലോത്ത്സ് ആൻഡ് ഹങ് ഇറ്റ് ഔട്ട് ടു ഡ്രൈ എന്നാണ് പറഞ്ഞതല്ലേ? അപ്പോൾ മുന്നേ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അഴേനെ നമ്മൾ പറയാ ക്ലോത്ത്സ് ലൈൻ എന്നാണല്ലേ? സോ ഈ ഡ്രസ്സ് അഴയിൽ കൊണ്ടിടുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഹാങ് ദ ക്ലോത്ത്സ് ഓൺ ദ ക്ലോത്ത്സ് ലൈൻ അല്ലേ? ഹാങ് ദ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഹാങ് ദ ഡ്രസ്സസ് ഓൺ ദ ക്ലോത്ത്സ് ലൈൻ. അഴയിലിടുക. ഓൺ ദ ക്ലോത്ത്സ് ലൈൻ എന്നാണ് പറയുക. ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഇനിയിപ്പോ ഞാൻ പറയാണ് ഇപ്പൊ നമ്മൾ പാത്രം കഴുകുക. നമ്മൾ പറയാ വാഷ് ദ പ്ലേറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. സോ അവരവിടെ പറയാ ടു ഡൂ ദ ഡിഷസ്. ടു ഡൂ ദ ഡിഷസ് എന്നാണ് പറയുക. സോ ഞാൻ പാത്രം കഴുകാൻ പോവാന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ഡൂ ദ ഡിഷസ്. ഐ ആം ഗോയിങ് ടു ഡൂ ദ ഡിഷസ്. നമ്മളിവിടെ പൊതുവെ പറയാം ഐ ആം ഗോയിങ് ടു വാഷ് ദ പ്ലേറ്റ്സ് എന്നൊക്കെയാണ്. ബട്ട് അവരവിടെ പറയാ ഐ ആം ഗോയിങ് ടു ഡൂ ദ ഡിഷസ്. സോ അതിലൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വഴിയാണ് നമുക്ക് പറയാനായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമുക്കത് ഉണക്കണമല്ലേ? സോ എന്താണ് പറയുക? ഇപ്പോൾ നമുക്കിങ്ങനെ പറയണം. പാത്രം കഴുകിയതിന് ശേഷം പാത്രം കഴുകിയതിന് ശേഷം അത് ഉണക്കുക. എങ്ങനെ പറയാൻ പറ്റും? ആഫ്റ്റർ ഡൂയിങ് ദി ഡിഷസ് ഡ്രൈ ദി ഡിഷസ്. ആഫ്റ്റർ ഡൂയിങ് ദി ഡിഷസ് ഡ്രൈ ദി ഡിഷസ്. ഡ്രൈ ദി ഡിഷസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പാത്രങ്ങളൊക്കെ ഉണക്കുക എന്നൊരു മീനിങ് ആണ്. ഇപ്പം എനിക്ക് പറയണം ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ഉണക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും? യൂസ് എ ടവൽ ടു ഡ്രൈ ദി ഡിഷസ്. യൂസ് എ ടവൽ ടു ഡ്രൈ ദി ഡിഷസ്. അതായത് ഞാനൊരു ടവൽ എടുത്തിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് എന്താണ് ഞാനത് തുടയ്ക്കുന്നു അല്ലേ? ഉണങ്ങാനായിട്ട് പാത്രം കഴുകിയതിന് ശേഷം അതൊരു പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? യൂസ് എ ടവൽ ടു ഡ്രൈ ദ ഡിഷസ് എന്നാണ് പറയുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാത്രം ഉണക്കാൻ മാത്രമല്ല, ലൈക്ക് നമ്മുടെ കൈ കഴുകി കഴിഞ്ഞിട്ടും
നമ്മൾ ഉണക്കാനായിട്ട് എന്താ പറയുക, ഡ്രൈ യുവർ ഹാൻഡ്സ് എന്നാണ് പറയുക. ഓക്കെ. ഇപ്പം ഞാൻ പറയാണ് എൻ്റെ കുട്ടി കൈയൊക്കെ നനച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയാണ് ഗോ ആൻഡ് ഡ്രൈ യുവർ ഹാൻഡ്സ് എന്നാണ് ഞാൻ പറയുക. പിന്നെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ പറയാം ടവൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ. ടവൽ യൂസ് ചെയ്തിട്ട് കൈ ഉണക്ക്. ഓക്കെ എന്നിങ്ങനെ പറയാൻ പറ്റും. യൂസ് എ ടവൽ ടു ഡ്രൈ യുവർ ഹാൻഡ്സ്. യൂസ് എ ടവൽ ടു ഡ്രൈ യുവർ ഹാൻഡ്സ്. ഹെയർ ആണെങ്കിൽ അത് തന്നെയാണ് യൂസ് എ ടവൽ ടു ഡ്രൈ യുവർ ഹെയർ അല്ലേ? യൂസ് എ ടവൽ ടു ഡ്രൈ യുവർ ഹെയർ എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു നമ്മൾ ചെയ്യുന്ന പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബും ഫ്രേസസും കാര്യങ്ങളൊക്കെ. അതിന് കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി.